സംസ്ഥാന പോലീസ് മേധാവിയുടെ വാർത്താ സമ്മേളനത്തിനിടെ ഉണ്ടായ സുരക്ഷാ വീഴ്ചയിൽ അന്വേഷണം പ്രഖ്യാപിച്ചു. AIG ജി പൂങ്കുഴലിയാണ് അന്വേഷണം നടത്തുക. രാവിലെ പോലീസ് ആസ്ഥാനത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിനിടെയാണ് നാടകീയ രംഗങ്ങൾ ഉണ്ടായത്. വിജിൻ വായനോട് കൂടുതൽ വിവരങ്ങളുമായി. വിജിൻ, എന്താണ് വിശദാംശം? നിഷാദ്, രാവിലെ സ്ഥാനമേറ്റെടുത്ത ശേഷം പോലീസ് മേധാവി നടത്തിയ വാർത്താ സമ്മേളനത്തിന് ഇടയിലാണ് മാധ്യമപ്രവർത്തകൻ എന്ന പേര് പറഞ്ഞ് വ്യാജേന ഒരാൾ അകത്ത് കടക്കുകയും തനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ടെന്ന് DGPയോട് ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്തത്. അവിടെ അതൊരു ചെറിയ രീതിയിൽ ബഹളമായി മാറുകയും ചെയ്തിരുന്നു. പോലീസ് പിന്നീട് അയാളെ മാറ്റി വിസിറ്റേഴ്സ് റൂമിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. കൂടുതൽ കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് അന്വേഷിക്കാൻ ആ സമയത്ത് തന്നെ DGP പറഞ്ഞിരുന്നു. അയാളുടെ പരാതി പിന്നീട് പരിശോധിക്കാം എന്നുള്ള കാര്യവും DGP വ്യക്തമാക്കി. എന്തായാലും വലിയ തരത്തിലുള്ള സുരക്ഷാ വീഴ്ച തന്നെയാണ് ഉണ്ടായതെന്ന കാര്യത്തിൽ സംശയമില്ല. മാധ്യമപ്രവർത്തകൻ എന്ന വ്യാജേന നേരത്തെ തന്നെ പോലീസ് ആസ്ഥാനത്തെ വിസിറ്റേഴ്സ് റൂമിലേക്ക് എത്തുകയും അവിടെ ഇരിക്കുകയും തുടർന്ന് വാർത്താ സമ്മേളനത്തിൽ പങ്കെടുക്കുകയും ഒക്കെയായിരുന്നു ചെയ്തത്. എന്തായാലും ഇക്കാര്യം അന്വേഷിക്കാനാണ് നിലവിൽ AIG ജി പൂങ്കുഴലിയെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. DGP തന്നെയാണ് ഇക്കാര്യത്തിലുള്ള ഉത്തരവ് നൽകിയത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇങ്ങനെയൊരു ഗുരുതരമായ വീഴ്ച അത് പോലീസ് ആസ്ഥാനത്ത് തന്നെ സംഭവിച്ചത് എങ്ങനെ എന്ന് പരിശോധിക്കാനാണ് നിലവിൽ ഉത്തരവ് നൽകിയിരിക്കുന്നത്. നേരത്തെ മുഖ്യമന്ത്രി പങ്കെടുത്ത ഒരു പരിപാടിയിലും ഇയാൾ എത്തി ഇത്തരത്തിൽ ബഹളമുണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് പ്രാഥമികമായി പോലീസിന് മനസ്സിലായിട്ടുണ്ട്. എന്തായാലും ഇയാൾ എന്ത് പ്രശ്നമാണ് പറയുന്നത് എന്ന കാര്യത്തിൽ വിശദീകരിക്കാൻ തയ്യാറായിരുന്നില്ല. മാധ്യമപ്രവർത്തകർ പിന്നീട് അയാളോട് ഇക്കാര്യം ചോദിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ തനിക്കെതിരെയുള്ള പരാതി എന്താണ്, തനിക്കായി ഉള്ള പരാതി എന്താണ് എന്ന് ചോദിച്ചപ്പോൾ ആ പരാതി വ്യക്തമാക്കാൻ അയാൾ തയ്യാറായില്ല. തൻ്റെ ഭാര്യ നൽകിയ ചില പരാതികളുടെ പകർപ്പ് മാധ്യമപ്രവർത്തകർ മുന്നിൽ കാണിക്കുകയായിരുന്നു. അതിൽ ഈ പോലീസ് SI ആയിരുന്ന ആളെ, കണ്ണൂർ അഞ്ചരക്കണ്ടിയിൽ SI ആയിരുന്ന ഇയാളെ ചിലർ ഗുണ്ടാസംഘം മർദ്ദിച്ചു എന്നുള്ളതൊക്കെയാണ് അയാൾ വ്യക്തമാക്കിയത്. പക്ഷേ തനിക്ക് എന്ത് പരാതിയാണ് ഉള്ളത് എന്ന കാര്യം വ്യക്തമാക്കിയിരുന്നില്ല. എന്തായാലും ഇക്കാര്യത്തിൽ പോലീസ് ആസ്ഥാനത്ത് ഇങ്ങനെയൊരു ചടങ്ങ് നടക്കുന്ന ദിവസം തന്നെ ഗുരുതരമായ വീഴ്ച, സുരക്ഷാ വീഴ്ച സംഭവിച്ചു എന്നുള്ളത് കണ്ടാണ് ഇപ്പോൾ അന്വേഷണം നടത്താൻ ജി പൂങ്കുഴലിയെ നിയോഗിച്ചിരിക്കുന്നത്. ശരി.